വെൽക്കം ടു ദി നെക്സ്റ്റ് സെഗ്മെന്റ്. ഇനി നമ്മൾ ആനിമേഷൻസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എൻ്റെ ഇതുവരെയുള്ള ഒരു സ്ലൈഡിലും നമ്മൾ ഒരു വിധത്തിലുള്ള ആനിമേഷൻസും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ആനിമേഷൻസ് ഉപയോഗിക്കാത്തത് ഒരു പെർട്ടിക്കുലർ റീസൺ കൊണ്ടാണ്, ബിക്കോസ് വി ആർ ഗോയിങ് ടു കവർ ആനിമേഷൻസ് നൗ. പക്ഷേ ഐഡിയലി നമ്മൾ സ്ലൈഡ്സ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ആനിമേഷൻസ് ഉപയോഗിക്കണമായിരുന്നു. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഡിസ്കഷൻ. എന്തുകൊണ്ട് ആനിമേഷൻസ് ഉപയോഗിക്കണം? ഒന്ന്, നമുക്ക് എൻഗേജ്മെന്റ് കൂട്ടാൻ സാധിക്കും. ഇപ്പോൾ എന്തുകൊണ്ട് ആനിമേഷൻ ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ 4 പോയിന്റ്സും ഇവിടെ സ്ലൈഡിൽ വന്നു. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ 4 സാധനങ്ങളും ഒറ്റയടിക്ക് വായിച്ച് തീർക്കും. പിന്നെ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് വൺ ബൈ വൺ ആയിട്ട് ഈ പോയിന്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ എൻഹാൻസ് എൻഗേജ്മെന്റ്, ഓരോ പോയിന്റ്സും ഓരോന്നായിട്ട് റിവീൽ ചെയ്യുക എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് ബാക്കിയുള്ള പോയിന്റ്സ് അവിടെ വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് യു ക്യാൻ ഗൈഡ് അറ്റൻഷൻ ടു ദ നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ആനിമേഷനിൽ ആഡ് ചെയ്യാം. ഇനി അതില്ലെങ്കിൽ പോലും ജസ്റ്റ് അടുത്ത പോയിന്റ് വരുന്ന സമയത്ത് പുതിയൊരു പോയിന്റ് സ്ക്രീനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശ്രദ്ധ ആ ഏരിയയിലേക്ക് പോകും. മൂന്നാമത്, നമുക്ക് ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ തീർച്ചയായിട്ടും നമ്മൾ ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു ഫ്ലോയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആനിമേഷൻസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താ പറയുക, ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനും സാധിക്കും. ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക, സിമ്പിൾ ഒരുപാട് വലിയ എഫക്ട്സ് കൊണ്ടുവരിക എന്നുള്ളതല്ല, സിമ്പിൾ ആയിട്ടുള്ള ആനിമേഷൻ എഫക്ട്സ് ഉപയോഗിക്കുക. അതിൽ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളുടെ ഫ്ലോ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. സോ എന്തൊക്കെ ടൈപ്പ് ഓഫ് ആനിമേഷൻസ്? സാധാരണഗതിയിൽ നമുക്ക് പവർ പോയിന്റിൽ 3 രീതിയിലാണ് ആനിമേഷൻസ് സാധിക്കുക. ജനറൽ ബേസിക് സാധനങ്ങളാണ്. ഒന്ന്, എൻട്രൻസ്. നമുക്കിവിടെ നിലവിലില്ലാത്ത ഒരു ഒബ്ജക്റ്റ് അപ്പിയർ ചെയ്യുന്നു. ഇപ്പോൾ ഇത് നിലവിൽ ഇവിടെ ഒരു ഇമേജ് ഇല്ലായിരുന്നു. വെൻ ഐ ക്ലിക്ക് ഓൺ നമ്മളുടെ കീപാഡിൽ അല്ലെങ്കിൽ മൗസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അടുത്ത ഒബ്ജക്റ്റ് ആയിട്ടാണ് ഈ ഒരു സാധനം വരുന്നത്. നമ്മൾക്ക് പവർ പോയിന്റിൽ ആനിമേഷൻ ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എൻട്രൻസ്, എംഫസിസ്, എക്സിറ്റ് എന്നുള്ള 3 രീതിയിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ആനിമേഷൻസ് കാണാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മോഷൻ പാർട്സ് പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആനിമേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് എംഫസിസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു ചെറിയ ഒരു 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 എൻലാർജ് ചെയ്യുന്ന ഒരു ഫീൽ ഇവിടെ വന്നിട്ടുണ്ട്. ദിസ് ഇസ് എംഫസിസ്. പൾസ് എന്ന് പറയുന്ന ഒരു ആനിമേഷൻ ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത് എക്സിറ്റ് ആണ്. സോ ഇത് സ്ലോ ആയിട്ട് നമുക്ക് ഡിസപ്പിയർ ചെയ്തു. ഫ്ലൈ ഔട്ടിന്റെ തന്നെ ഒരു ഒരു ഫെയ്ഡ് വേർഷൻ ആണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തത്. സോ ഇങ്ങനെ ഒരേ ഒബ്ജക്റ്റിൽ തന്നെ നമുക്ക് 3 ഡിഫറെന്റ് ആനിമേഷൻസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസ്, എംഫസിസ്, എക്സിറ്റ് എന്നീ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓരോ സിറ്റുവേഷനിലും നമുക്ക് നമ്മളുടെ ആവശ്യം അനുസരിച്ച് വേണം നമുക്ക് ആനിമേഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റിനാണ് ആനിമേഷൻ കൊടുക്കുന്നെങ്കിൽ നമുക്ക് എൻട്രൻസ് മാത്രം കൊടുത്താൽ മതി. ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ എംഫസിസ് കൊടുക്കേണ്ടി വരും. പക്ഷെ അല്ലാതെ നമ്മൾ ചിലപ്പോൾ എക്സിറ്റ് കൊടുക്കണ്ട, നമ്മൾ ഓട്ടോമാറ്റിക്കലി അടുത്ത സ്ലൈഡിലേക്ക് പോയാൽ മതി. സോ ആനിമേഷനിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ഇവിടെ നമ്മൾ ടെക്സ്റ്റിനോട് ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ കം വൺ ബൈ വൺ, നേരത്തെ പറഞ്ഞതുപോലെ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കുറച്ച് ആനിമേഷൻസ് കൊടുക്കുക. അതായത് ഒരു സ്ലൈഡിൽ നമുക്ക് ഒന്നോ രണ്ടോ എഫക്ട്സ് മാക്സിമം നമ്മൾ കൊടുക്കാവുള്ളൂ. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കരുത്. പക്ഷേ നമുക്ക് ഇപ്പം ലെസ് ഇസ് മോർ കഴിഞ്ഞിട്ട് 1 to 2 എഫക്ട്സ് പെർ സ്ലൈഡ് എന്നുള്ളത് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരുമിച്ച് വരായിരുന്നു. അപ്പോൾ രണ്ടെണ്ണവും സെപ്പറേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. 3, മാച്ച്. രണ്ടാമത്തെ ഓപ്ഷൻ മാച്ച് പേർപ്പസ്. നമ്മൾ എന്തിനാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രൻസ് എന്നുള്ള ഫീച്ചർ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ടൈമിങ്, അതായത് നമ്മളുടെ ഒരു ആനിമേഷൻ ഇതുപോലെ ഇപ്പോൾ സൈഡിൽ നിന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ സാധനം വരുന്നത്. ഇത് വരുന്നത് വരെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരരുത്. ടൈം കെയർഫുള്ളി എന്നുള്ള സാധനം മുകളിൽ താഴെ വരെ വരാൻ വേണ്ടിയിട്ട് 1.5 മിനിറ്റ് എടുക്കുവാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ. അത് വന്നാലേ നമുക്ക് ആക്ച്വലി അത് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധ തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. അത് വരുന്നവരെ അതിൻ്റെ മോഷനിൽ നോക്കിയിരിക്കും, എസ്പെഷ്യലി കുട്ടികൾ. സോ ടൈമിംഗ് വളരെ കൃത്യമാണ്. സോ നമ്മളൊരു ആനിമേഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ആ ആനിമേഷന് എന്താ പറയുക, നമുക്ക് ഇതുണ്ട്, ആനിമേഷൻ പെയിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആനിമേഷൻ പെയിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡ്യൂറേഷനും ഡിലേയും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആനിമേഷൻ പെയിനിൽ നമുക്ക് ആനിമേഷൻ പെയിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ആനിമേഷനും കാണാൻ സാധിക്കും. ഇപ്പോൾ ടൈം കെയർഫുള്ളി എന്ന് പറയുന്ന പോർഷൻ ആക്ച്വലി മറ്റതിനേക്കാൾ കുറച്ചുകൂടി ലെങ്തി ആയിട്ടാണ് നമ്മൾ ടൈം കൊടുത്തിട്ടുള്ളത്. സോ
യു ക്യാൻ സീ ദ ഡിഫറൻസ്. ആ ഒരു ഗ്രീൻ അതിന്റെ ടൈമിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. സോ സ്റ്റേ കൺസിസ്റ്റന്റ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ലൈഡ്, ഒരു പെർട്ടിക്കുലർ ഇഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ സാധനം തന്നെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു സ്ലൈഡിൽ ഞാൻ ഉപയോഗിച്ച ആനിമേഷൻസ്, ഇവിടെ എക്സിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ഇവിടെ ഉപയോഗിച്ച ആനിമേഷൻസ് പക്ഷെ ഭയങ്കര ഒരു സുഖമുള്ള സാധനമൊന്നുമല്ല. ആ ജമ്പ് ചെയ്ത് വരുന്ന ഒരു മോഷൻ എന്ന് പറയുന്നത് അത്ര സുഖമുള്ള സാധനമല്ല. ഇറ്റ് ക്യാൻ ബി ബെറ്റർ. അപ്പൊ നമുക്ക് പർപ്പസ് അനുസരിച്ച് മാച്ച് ചെയ്യുന്ന ആനിമേഷൻസ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, ഒരുപാട് ഇഫക്ട്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ലാസ്റ്റ് സ്ലൈഡിൽ ഉപയോഗിച്ചിട്ടുള്ള ആനിമേഷൻസ് ആണ്. അതിന്റെ നമ്പേഴ്സ് സൂചിപ്പിക്കുന്നത് ഓരോ സാധനങ്ങളായിട്ട് വരുന്നതാണ്. ചില സമയത്ത് നമുക്ക് അത്രയും കാര്യങ്ങൾ ആവശ്യമായിട്ട് വരില്ല. രണ്ട്, ആനിമേഷൻസിന്റെ സമയം ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ, കൂടിക്കഴിഞ്ഞാൽ, ലോങ് ആനിമേഷൻസ് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടൊരു ബോർഡറിലേക്ക് പോകും. മൂന്ന്, നമുക്ക് പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവും. ദെൻ ലൈക്ക് ഫ്ലാഷ് പോലെയുള്ള ആനിമേഷൻസ് ഉണ്ട്, അതായത് ബ്ലിങ്ക് ചെയ്യുക പോലെയുള്ള സാധനങ്ങൾ. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് ചിലപ്പോൾ അവിടെ ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ല. സോ എവിടെയാണ് അത് ഉപയോഗിക്കേണ്ടത്, അത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്, എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് ധാരണ ഉണ്ടാവണം. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, കസ്റ്റമൈസേഷൻ. നമുക്ക് എങ്ങനെയൊക്കെ ഇത് കസ്റ്റമൈസ് ചെയ്യാം? ഒന്ന്, നമുക്ക് നമ്മുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 0.5 സെക്കൻഡ്സ്. ഇപ്പൊ ഇത് കണ്ടോ, ഒരേ ഒബ്ജക്റ്റ് തന്നെ, അല്ലെ രണ്ട് ഒബ്ജക്റ്റ് തന്നെ ഞാൻ താഴെ നിന്ന് ആനിമേറ്റ് ചെയ്തതാണ്. രണ്ടിന്റെയും സ്പീഡിലുള്ള വ്യത്യാസം കൊണ്ട് അത് എത്ര സ്ലോ ആയിട്ടാണ് വരുന്നത് നോക്കുക. സോ ചിലപ്പോൾ നമുക്കൊരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേ കാര്യം നമുക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. സോ ഇമാജിൻ, ഇപ്പൊ ചിന്തിക്കേണ്ടത് ഇതിന്റെ പോസിബിലിറ്റീസ് ആണ്. ഈ വന്ന ബോക്സിന് പകരം വാട്ട് ഇഫ് ഇതൊരു വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിരുന്നു, അത് സൈസ് ഇങ്ങനെ കൂടി കൂടി വന്നിട്ട് മുകളിൽ വരുമ്പോഴത്തേക്കിന് ഒരു ക്ലൗഡ് ആയിട്ട് മാറുന്നു എന്ന് വിചാരിക്കുക. യു ക്യാൻ മേക്ക് ദാറ്റ് ഹാപ്പൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് PPT ആൻഡ് ആനിമേഷൻസ്. രണ്ട്, സീക്വൻസ് എഫക്ട്സ്. നമുക്കൊരു ലോജിക്കലി ഒരു ഓർഡർ ഉണ്ടാവണം. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ടാമത്തെ റോയിലെ ഈ എലമെന്റ്സ് വരുന്ന എവിടുന്നാ, നമ്മൾ ഇതിന് തൊട്ട് താഴെ വരുമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ആ ഓർഡർ തെറ്റിക്കാൻ പാടില്ല. സോ ആ ഓർഡർ നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വേണം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് ആൻഡ് ഐക്കൺസ് കമ്പൈൻ ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ദെൻ നമുക്കൊരു പ്രിവ്യൂ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കും. സോ ഈ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റൈറ്റ് സൈഡിൽ, അതായത് ഇപ്പോൾ ഈ പെർട്ടിക്കുലർ സ്ലൈഡിൽ ഞാൻ ആഡ് ചെയ്ത ഫുൾ എഫക്ട്സ് ആണ് ഇവിടെ കാണുന്നത്. അതിൽ ഓരോന്നിലും എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്നായിട്ടാണ് വരുന്നത്. പക്ഷേ 3 കഴിഞ്ഞിട്ട് ഒരു സ്പേസ് നമ്പർ കാണാത്തത്, അത് കഴിഞ്ഞിട്ടുള്ള ആ രണ്ട് ഓപ്ഷൻസ്, അതായത് ഫസ്റ്റ് റെക്ടാംഗിൾ ഫാസ്റ്റിൽ വന്നു, സെക്കൻഡ് റെക്ടാംഗിൾ സ്ലോ ആയിട്ട് വന്നു. ഈ രണ്ട് ആനിമേഷൻസും ഞാൻ ഒരുമിച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ക്ലിക്കിന് പകരം വിത്ത് പ്രീവിയസ് എന്നൊരു എഫക്റ്റ് ആണ് അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ആനിമേഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ആനിമേഷൻസ് ഒക്കെ ആക്സസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ക്യാൻ ഗോ ടു ദിസ് പെർട്ടിക്കുലർ ആനിമേഷൻ. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആനിമേഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന്റെ നമ്പർ, ആനിമേഷൻ എന്ന് പറയുന്ന മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആനിമേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ നമ്പേഴ്സ് സൂചിപ്പിക്കുന്നത് അതിന്റെ ഓർഡർ ആണ്. ഫസ്റ്റ് വൺ അഡ്ജസ്റ്റ് സ്പീഡ് വന്നു, സെക്കൻഡ് 0.5 സെക്കൻഡ്സ് വന്നു, മൂന്നാമത് വരുന്നത് ഈ ബോക്സുകളാണ്. ഈ ബോക്സ് രണ്ടെണ്ണത്തിന് ഞാൻ ആനിമേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ രണ്ടിനും രണ്ട് ഡിഫറെന്റ് ആനിമേഷൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. വെൻ യു ക്ലിക്ക് ഓൺ ദിസ് പെർട്ടിക്കുലർ തിങ്, ഇപ്പൊ ഏതെങ്കിലും ഒരു ചെറിയ ബോക്സിൽ, അതിന്റെ നമ്പർ സൂചിപ്പിക്കുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഡീറ്റെയിൽസ്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇതാണ് കേട്ടോ, സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഓൺ ക്ലിക്കിലാണ്. അതായത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മൗസ് നമ്മുടെ കീബോർഡിൽ നമ്മുടെ റൈറ്റ് ആരോ പ്രസ് ചെയ്യുമ്പോഴോ ആയിരിക്കും ഇത് ട്രിഗർ ചെയ്യുന്നത്. അതേസമയം അടുത്ത സെയിം നമ്പറുള്ള ദിസ് ആനിമേഷൻ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ പ്രീവിയസ്. ഇതിന്റെ ഡ്യൂറേഷൻ ഞാൻ 3 സെക്കൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പക്ഷെ 0.5 സെക്കൻഡ്സ് മാത്രമാണ് നമ്മൾ ഡ്യൂറേഷൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് വൺ 4 ഇവിടെയാണ് വരുന്നത്. 4 and 5 is here. ദെൻ 6 എവിടെയാണ് വരുന്നത്? 6 നമ്മൾ ഓർഡർ മാറ്റി കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇറ്റ് കംസ് ഹിയർ. ദെൻ കംസ് 7. ദെൻ കമ്പൈൻ വിത്ത് ഷേപ്സ് 8, 9 രണ്ട് ഓപ്ഷൻസ് കൊടുത്തു. 9ന്റെ കൂടെ ആനിമേറ്റ് വിഷ്വൽസ് എന്നുള്ള ഓപ്ഷൻ വന്നതിന്റെ കൂടെയാണ് ഈ രണ്ട് സാധനങ്ങളും വന്നത്. അതായത് ടെക്സ്റ്റ് വന്നതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒബ്ജക്ട്സ് കൊണ്ടുവരാൻ സാധിക്കും. ദെൻ 10 and 11 വന്നു. 12ൽ നമ്മൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ഞാൻ ആഡ് ചെയ്ത ഫുൾ ആനിമേഷൻസിന്റെ ഒരു സ്ക്രീൻഷോട്ട്, അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ഹിയർ ആനിമേഷൻ പെയിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ ഒരു എക്സാക്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. പക്ഷേ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് മുൻപ് ഇത് ആഡ് ചെയ്യാത്തത് കൊണ്ട് there were only 11. 12ാമത്തേത് ഈ ഇമേജിൽ തന്നെ, ഈ സ്ക്രീൻഷോട്ടിന് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ ക്രിയേറ്റ്
ആനിമേഷൻസ് ആൻഡ് യു ക്യാൻ പ്ലേ അറൗണ്ട് വിത്ത് ആനിമേഷൻസ്. ആനിമേഷൻസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് കണ്ടു. ഇതിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ തന്നെ ഈ എഫക്ട്സ്, ഓരോ എഫക്റ്റും നമ്മൾ വരുന്നത് ഏത് ഡയറക്ഷനിൽ നിന്ന് വരണം എന്നുള്ളത് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ആൻഡ് യു ക്യാൻ ഒരു പ്രിവ്യൂ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. പ്രിവ്യൂ വരുന്ന സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു എന്നുള്ള അസംഷനിൽ, അതായത് ഒരു മൂവ്മെന്റ് അനിമേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത മൂവ്മെന്റ് വിത്തൗട്ട് ക്ലിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു പ്രിവ്യൂ കാണാൻ സാധിക്കും. യു ക്യാൻ ആഡ് ആനിമേഷൻസ് ഫ്രം ഹിയർ ഓൾസോ. ദർ ആർ ട്രിഗേഴ്സ്. നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റെക്ടാങ്കിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ആഡ് ആനിമേഷൻസ് വിച്ച് കംസ് അണ്ടർ നമ്മളുടെ അഡ്വാൻസ്ഡ് ആനിമേഷൻസിൽ വരുന്നതാണ്. ദെൻ യു ക്യാൻ റീ ഓർഡർ ആനിമേഷൻസ്. ഇവിടെ കൊടുത്തിട്ടുള്ള ആനിമേഷൻസിനെ നമുക്ക് റീ ഓർഡർ ചെയ്യാനും വേണമെങ്കിൽ നമുക്ക് ഈ മെനു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് അബൌട്ട് ആനിമേഷൻസ് ആൻഡ് വി ആർ ഡീലിംഗ് വിത്ത് വെരി സിമ്പിൾ കൈൻഡ് ഓഫ് ആനിമേഷൻസ്. പ്ലേ അറൗണ്ട് വിത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡിൽ, ഓൾറെഡി ഉള്ള ഒരു 2 3 സ്ലൈഡ് ഉള്ള ഒരു പ്രസന്റേഷനിൽ ആനിമേഷൻസ് ചെയ്തു നോക്കുക. ഓരോ സാധനങ്ങളും, ഈവൻ ഇത് ടൈറ്റിലിൽ പോലും നമുക്ക് ചില ആനിമേഷൻസ് കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് അങ്ങനെ നമ്മൾക്ക് നമ്മളുടെ സ്ലൈഡ്സിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കാൻ സാധിക്കും. കൂടുതൽ നമുക്ക് റിട്ടൻഷൻ കൊണ്ടുവരാൻ സാധിക്കും. ആൾക്കാരുടെ, ലേണേഴ്സിന്റെ, സ്റ്റുഡൻസിന്റെ അറ്റൻഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സ്ലൈഡ്സ് ഡിസൈൻ ചെയ്യാനും സാധിക്കും.